ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുന്നു എന്നതിന് ജീവിക്കുന്ന സാക്ഷ്യമായി മാറുകയാണ് കോസ്റ്ററിക്കൻ കലാകാരിയായ വലേറിയ വൽവാർഡെ. ഡിജിറ്റൽ യുഗത്തിലെ വിശുദ്ധനെന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിന്റെ മാധ്യസ്ഥത്താൽ തനിക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തിയുടെ കഥയുമായി വലേറിയ ഇന്ന് വത്തിക്കാനിലെ പ്രമുഖ അതിഥിയാണ്. 2022 ജൂലൈ 2 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വെച്ചാണ് വലേറിയയുടെ ജീവിതം മാറിമറിഞ്ഞത്. അവിടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്ന വലേറിയയ്ക്ക് ഒരു സൈക്കിൾ അപകടമുണ്ടായി. തലയ്ക്ക് കഠിനമായി പരിക്കേറ്റ അവൾ ഉടൻ തന്നെ അബോധാവസ്ഥയിലായി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തലച്ചോറിലെ രക്തസ്രാവം നിയന്ത്രിക്കാൻ ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. എന്നാൽ അവളുടെ നില അതീവ ഗുരുതരമാണെന്നും ഏത് നിമിഷവും മരണം സംഭവിക്കാമെന്നും വിദഗ്ധർ വിധിയെഴുതി. ഡോക്ടർമാർ കൈവിട്ടപ്പോൾ വലേറിയയുടെ അമ്മ ലിലിയാന തന്റെ വിശ്വാസത്തിൽ അഭയം പ്രാപിച്ചു. ജൂലൈ 9 അവർ അസീസിയിലെ കാർലോ അക്യൂട്ടിസിന്റെ കല്ലറയിലെത്തി. ഏകദേശം 4 മണിക്കൂറോളം ആ കല്ലറയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് കണ്ണീരോടെ ലിലിയാന പ്രാർത്ഥിച്ചു. തന്റെ മകൾക്ക് വേണ്ടി അവിടെ കാർലോയുടെ മാധ്യസ്ഥം തേടി ഒരു കത്തും അവർ അവിടെ സമർപ്പിച്ചു. ലിലിയാന അസീസിയിൽ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങുന്ന അതേ ദിവസം തന്നെ ആശുപത്രിയിൽ നിന്ന് അത്ഭുത വാർത്തയെത്തി. കോമയിലായിരുന്ന വലേറിയ സ്വയം ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ഭാഗികമായി സംസാരിക്കാനും കൈകാലുകൾ ചലിപ്പിക്കുവാനും തുടങ്ങി. അപകടം നടന്ന് 16-ാം ദിവസം നടത്തിയ സ്കാനിങ്ങിൽ തലച്ചോറിലെ രക്തസ്രാവം പൂർണ്ണമായി അപ്രതീക്ഷിതമായതായി കണ്ടു. വെറും 2 മാസത്തിനുള്ളിൽ പൂർണ്ണ ആരോഗ്യവതിയായി വലേറിയ തന്റെ അമ്മയോടൊപ്പം നന്ദി പറയാൻ അസീസിയിലെ വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ കല്ലറയിലെത്തി. വലേറിയയുടെ അസാധാരണമായ രോഗശാന്തിയാണ് കാർലോ അക്യൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ച 2ാമത്തെ അത്ഭുതം. 2024 മെയ് 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അത്ഭുതം അംഗീകരിച്ചതോടെ കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വഴി തുറന്നു. വത്തിക്കാനിൽ നടന്ന കാർലോ അക്യൂട്ടിസിന്റെ നാമകരണ ചടങ്ങുകളിൽ വലേറിയ ഒരു പ്രധാന പങ്കുവഹിച്ചു. തന്റെ കലയിലൂടെ ദൈവത്തിന് നന്ദി പറയുന്ന അവൾ ചടങ്ങിൽ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ വായിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടു. കാർലോയുടെ അമ്മ ആന്റോണിയോ സൽസാനയുമായി ചേർന്ന് നിൽക്കുന്ന വലേറിയയുടെ ദൃശ്യങ്ങൾ ഇന്നും ലോകം മുഴുവനുള്ള വിശ്വാസികൾക്ക് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. ഇത് കേവലം ശാരീരികമായ ഒരു സുഖപ്പെടലല്ല, മറിച്ച് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ കൃപയാണെന്ന് വലേറിയ തന്റെ സാക്ഷ്യത്തിൽ പറയുന്നു. ആധുനിക യുവാക്കൾക്ക് മാതൃകയായ ഒരു വിശുദ്ധന മാധ്യസ്ഥത്തിലൂടെ ജീവൻ തിരികെ ലഭിച്ച ഈ യുവതി ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു സജീവ അത്ഭുതമായി നിലകൊള്ളുന്നു.